മാധവൻ നായർ ഈ നമ്പറിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. ഞാനൊരു പാവമാ, എല്ലാം തിരികെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയണം. എന്നാ ഞാൻ വരട്ടെ. പിന്നെ ഒരു കാര്യം കൂടി, മാധവൻ നായർക്ക് എത്ര പണം വേണമെങ്കിലും ഓഫീസിലേക്കൊന്ന് വിളിച്ചാൽ മതി. ഈടും വേണ്ട വീടും വേണ്ട. എന്നെ തകർക്കരുതെന്ന് അദ്ദേഹത്തോടൊന്ന് പറയണം. ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരു പാവമാണ്. എൻ്റെ ഭാഗത്തു നിന്ന് മാധവൻ നായരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. മാപ്പ്. ബ്ലേഡ് കമ്പനി മുതലാളി പറഞ്ഞ അദ്ദേഹം നിന്റെ അച്ഛനായിരിക്കുമോ? സംശയമൊന്നും വേണ്ട, അച്ഛൻ തന്നെയായിരിക്കും. ആശ്വാസം. അച്ഛനിപ്പോ എന്ത് മനസ്സിലായി? ഉള്ളിൽ നന്മയുള്ളവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. അതാ ആരോ ഒരാൾ അച്ഛന്റെ രക്ഷകനായിട്ട് വന്നത്. എടാ പിള്ളേരെ, നിങ്ങളെല്ലാവരും കൂടി അച്ഛനെ കുറ്റം പറഞ്ഞില്ലേ? എന്നിട്ടിപ്പോ എന്തായി? എടാ, ദൈവമേ മാധവൻ നായരുടെ കൂടെയാ, കൈവിടത്തില്ല. മാധവ, വർഷ പറഞ്ഞതാ ശരി. ഇഷ്ടമുള്ളവരെ ഭഗവാൻ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും, പക്ഷേ കൈവിട്ട് കളയില്ല. ചന്ദ്രിക, ഇതാ നമ്മുടെ സ്വപ്ന ഭവനം വയ്ക്കാനുള്ള സ്ഥലത്തിന്റെ പ്രമാണം. ഇത് കൊണ്ടുപോയി ഭദ്രമായി അകത്ത് വെച്ച് പൂട്ട്. ചന്ദ്രികേ, പൂട്ടി താക്കോല് കയ്യിൽ തന്നെ ഭദ്രമായിട്ട് വെച്ചേക്കണം. കള്ളന്മാരുള്ള കാലവാ, വല്ലതും അടിച്ചോണ്ട് പോകും. കള്ളന്മാര് പുറത്തൊന്നുമല്ല, അകത്താ. അതച്ഛമ്മ പറഞ്ഞത് കറക്റ്റാ. പുറത്തുനിന്ന് കള്ളികളും വന്നിട്ടുണ്ട്. ഉച്ചമ്മ മിണ്ടരുത്. അടുക്കളക്കാരി വല്ലതും തിന്നിട്ട് പൊടിയും തട്ടി പോവാൻ നോക്ക്. എടാ വിനുവേ, ആ വെറ്റിലേം ചുണ്ണാമ്പോ ഇങ്ങെടുത്തേ. ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാ. എന്റെ ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ. ഇത് വലിയ കെട്ടിടാണല്ലോ, സ്ഥലം മാറിപ്പോയോ? ഇനി വാ ചോദിക്കാം. വാ. നമസ്കാരം, ഇതല്ലേ വിക്രം സാറിന്റെ കമ്പനി? അതെ, വി ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽസ്. അദ്ദേഹത്തെ ഒന്ന് കാണാനായിട്ടായിരുന്നു. അകത്തേക്ക് പോകാമോ? പോകാം. അവിടെയാണ് ഫ്രണ്ട് ഓഫീസ്. അവിടെ അന്വേഷിച്ചാൽ മതി. ശരി. അപ്പോയിന്റ്മെന്റ് എടുത്താണോ? അല്ല, ഞങ്ങളോട് വരാൻ പറഞ്ഞിരുന്നു. അകത്ത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, മാഡത്തെ കണ്ടോളൂ. ആയിക്കോട്ടെ. വാ.
ഇവരാരും മരുന്ന് വാങ്ങാൻ വന്നവരാണെന്ന് തോന്നുന്നില്ല. പിന്നെന്തിനാ ഒരു ക്യൂ നിൽക്കുന്നേ? ചേട്ടാ, ഞങ്ങള് ഇവിടെ ആദ്യമായിട്ട് വന്നതാ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ക്യൂ നിൽക്കുന്നേ? ഞങ്ങളുടെ വീടും പറമ്പും കടം കയറി ജപ്തിയായി. തെരുവിൽ ഇറങ്ങേണ്ട ഗതി വന്നപ്പോഴാ ഞങ്ങളുടെ മുമ്പിൽ ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ടത്. വിക്രം സാറ്. സ്വന്തം പണം മുടക്കി അദ്ദേഹം ജപ്തിന്ന് ഒഴിവാക്കി തന്നു. ഓഹോ. കടം വീട്ടിയ വകയിൽ ഒരു ചില്ലി പൈസ പോലും തിരിച്ചു കൊടുക്കണ്ട. ഈ വന്ന കാലത്ത് ആരാ ഇങ്ങനെ ഒരു സഹായം ചെയ്യുക? ദൈവവാ, ഞങ്ങളുടെ കാണപ്പെട്ട ദൈവവാ സാറേ. എന്നറിയാത്ത അവസ്ഥയിലാണല്ലോ. ശരി സർ, വരൂ മുകളിലേക്ക് പോകാം. വാ. വരൂ സർ. വരൂ, ഇരിക്കണം സർ. സർ, ഞാനിപ്പോ വരാം. ഒരു മിനിറ്റ് മാഡം, ഞങ്ങളെ മാത്രം എന്തിനാ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്? മാഡം, ഇത് VVIP ഗസ്റ്റുകൾക്കുള്ള റൂമാ. MD ക്ക് അത്ര വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രമേ ഇവിടെ ഇരുത്താറുള്ളൂ. കുടിക്കാൻ എന്താണ് സർ വേണ്ടത്? പൈനാപ്പിൾ ജ്യൂസോ അതോ ഗ്രേപ്സോ? അയ്യോ, ഒന്നും വേണ്ട, താങ്ക്സ്. അത് പറ്റില്ല. ചായ എടുക്കട്ടെ? ഷുഗർ ഇടാവോ? ആവാം. സ്നേഹ, വരൂ. 2 ചായ എടുക്കൂ. ശരി മാഡം. മാഡം, എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഓക്കെ? ആ ഫിനാൻസ് കമ്പനിക്കാരനാ. എടുക്ക്. ഹലോ. ഹലോ മാധവൻ നായരെ, അദ്ദേഹത്തെ കണ്ടായിരുന്നോ? ആരെ? നിങ്ങളുടെ സുഹൃത്തായ ആ വലിയ മനുഷ്യനെ. അതിന് എനിക്ക് ആളിനെ അറിയില്ലല്ലോ. നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ആ പേരൊന്ന് പറയേ. എന്നെ സഹായിച്ച ആ വലിയ മനുഷ്യനോട് ഒരു നന്ദി വാക്കെങ്കിലും എനിക്ക് പറയാലോ. അതാണ് പ്രശ്നം. ആരാണെന്നോ എന്താണെന്നോ പറയരുതെന്ന് കർശന നിർദ്ദേശം തന്നിരിക്കുക എന്നോട്. ഒരു കാര്യം ചെയ്യും, മാധവൻ നായർക്ക് പരിചയമുള്ള മനുഷ്യരെയൊക്കെ ഒന്ന് ഓർത്തു നോക്കി. ഞാൻ ഇപ്പൊ ഇത്തിരി തിരക്കില്ല. വി ഇന്റർനാഷണലിന്റെ ഓഫീസിലാ. അല്ല, അതിന്റെ MD ഒന്ന് കാണാനായിട്ടാ. ആരെ? വി ഇന്റർനാഷണലിന്റെ ഉടമ വിക്രം സാറിനെ കാണാം. അതെ. അല്ല, അദ്ദേഹത്തെ നിങ്ങളറിയോ? അറിയുമെന്നോ? വിക്രം സാറിനെ ആർക്കറിയാത്തത്? ഇവിടെ മാധവൻ നായരെ, ഇനി ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. ആ വിക്രം സാറ് തന്നെയാ നിങ്ങളെ രക്ഷിച്ച ആ വലിയ മനുഷ്യൻ. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം.
ഹലോ 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 ചന്ദ്രികെ, ആപത് ഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ചത് ഈ വിക്രമാണെന്ന്. മാധവേട്ട, അപ്പോ നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും നമ്മുടെ സ്ഥലം തിരികെ വാങ്ങി തന്നതും ഒക്കെ ഈ വിക്രമാണോ? അതെ ചന്ദ്രികെ. ഈശ്വര. നമസ്കാരം. നമസ്കാരം. ബോർഡ് മീറ്റിംഗ് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. കാത്തിരുന്ന് വിഷ്ണു? ഇല്ല മോനെ, യാതൊരു ബന്ധവുമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം സഹായം ചെയ്തതിന് നന്ദിയുണ്ട്. ഈ സഹായമൊന്നും ഞങ്ങൾ ഒരു കാലത്തും മറക്കില്ല. ഏയ്, എന്താ ഇത്? എനിക്ക് നിങ്ങളാരും അന്യരല്ലല്ലോ. ആ, ഞാനാണ് അങ്ങോട്ട് നന്ദിയും ബഹുമാനം കാണിക്കാനുള്ളത്. അയ്യോ, എന്താ ഇത്? അയ്യോ, എന്താ മോനെ ഇതൊക്കെ? രണ്ടുപേരും വന്നാട്ടെ, എന്റെ ക്യാബിൽ നിന്ന് സംസാരിക്കാം. വരും വരും. ഈ നിൽപ്പം ഭാവമൊക്കെ കണ്ടാൽ തോന്നും കാമുകിയായിട്ട് ഒളിച്ചോടാൻ നിൽക്കുകയാണെന്ന്. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഹേയ്, ഒന്നുമില്ല. അല്ല, നീ ഇപ്പൊ എന്തോ പറഞ്ഞു. പറ, എന്താ പറഞ്ഞത്? അല്ല, നമ്മളിപ്പോൾ ആരെ കാത്തിരിക്കുകയാണെന്നാ നന്ദ ചോദിച്ചത്. അതെന്താ, ഇവനറിയില്ലേ? ആരെ? പേര് പറ. പേര് ഊരും അറിയാത്ത ഏതോ ഒരു പെൺകുട്ടി. എടാ, ഇന്നിപ്പോ അവളുടെ പേര് ഊരോന്ന് എനിക്കറിയില്ലായിരിക്കാം. പക്ഷേ നാളെ അവൾ എന്റെ പെണ്ണാ. ശിവന് പാർവതി പോലെ എന്റെ പാതിയായി തീരുവോ? പാതിയല്ല, ഇവിടെ നിന്ന് പാതിരാത്രി വരെയാവും. അവള് വരാനൊന്നും പോകുന്നില്ല. നീ വട. നിന്നോടല്ലാതെ പറഞ്ഞത് അവളെ ഇവിടെ നിന്ന് വിളിക്കരുതെന്ന്. ചേട്ടാ കൈവിട്, നോന്നു. പേരില്ലാത്ത പെണ്ണിന് അവളെ നല്ല പിന്നെ എന്ത് വിളിക്കും? ശരി, കൈവിട്. ആ കുട്ടി അതുപോലെ. ഇന്ന് ആ കുട്ടി വരാനൊന്നും പോണില്ല. ഇനി അവള് വരില്ല. ബസ് എത്താറായി. അവള് വന്നില്ലെങ്കിലേ രണ്ടെണ്ണത്തിന്റെ കഥ ഞാൻ കഴിക്കും. അയ്യോ, വിട്. നിന്റെ ഇഷ്ടം അവളോട് പറ. ചെല്ല്. എടാ ചെല്ലി. പോയി കിട്ടി. പോയി പറ. ചെല്ലങ്ങോട്ട് ചെല്ലി. സംസാരിക്കും. ബസ്സൊന്നും
ഇരിക്കൂ. ആ ഹലോ, വിക്രം ഹിയർ. ഓ സോറി, ദുബായിലേക്കുള്ള വീഡിയോ കോൺഫറൻസ് ഒരു 1 hour കഴിഞ്ഞിട്ടാവും. എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഗസ്റ്റ് ഉണ്ട്. ഓക്കെ. അല്ല, അത്യാവശ്യമാണെങ്കിൽ ഞങ്ങൾ പുറത്തിരിക്കാം സാർ. ഏയ്, നിങ്ങൾ കഴിഞ്ഞോളൂ, എനിക്ക് എന്ത് ആവശ്യവും. കുടിക്കൂ. ആ. ഓഫീസ് കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി കാണും. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് ആളയക്കുമായിരുന്നല്ലോ. വി ഇന്റർനാഷണൽ കമ്പനി ആർക്കാ അറിയാത്തത്? കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എന്നോട് ക്ഷമിക്കണം. പെട്ടെന്നൊരു വീട്ടിൽ കയറി വന്ന പെണ്ണാലോചിച്ചത് അവിവേകമായി പോയെന്ന് പിന്നീട് എനിക്ക് തോന്നി. അതിലൊരു കുറ്റബോധമുണ്ട്. അങ്ങനെയൊരു കുറ്റബോധത്തിന്റെ ആവശ്യമൊന്നുമില്ല. സാറ് ഞങ്ങൾക്ക് ചെയ്തെന്ന ഉപകാരങ്ങൾക്ക് പുറമേ ഒരു ഭാഗ്യം കൂടി വെച്ച് നീട്ടിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുള്ളൂ. അത് പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്നെ ഇങ്ങനെ സാറെന്ന് വിളിക്കരുത് പ്ലീസ്. ഒത്തിരി അടുപ്പമുള്ളവര് അങ്ങനെ സംബോധന ചെയ്യുമ്പോൾ എനിക്കെന്തൊരു വലിയ അകൽച്ച ഫീൽ ചെയ്യുന്നു. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതൊക്കെ നന്ദിയോ കടപ്പാടോ പ്രതീക്ഷിച്ചല്ല. അനാഥനായി വളർന്നതുകൊണ്ട് അല്ലലും ഇല്ലായ്മയൊക്കെ നന്നായി മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തെന്ന ഉപകാരങ്ങൾ വർഷം എനിക്ക് വിവാഹം ചെയ്ത് തരാനുള്ള ബാധ്യതയെ ഒരിക്കലും നിങ്ങൾ കാണരുത്. എന്നെക്കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം. ഞാൻ വർഷയ്ക്ക് 100% ഓക്കെ ആണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം വിവാഹത്തിന് സമ്മതിച്ചാൽ മതി. വർഷയുടെ സമ്മതം, അതാണ് പ്രധാനം. മാതാപിതാക്കളെ അടിച്ചേൽപ്പിക്കുന്ന സമ്മതത്തിന്റെ പേരിലുള്ള വിവാഹം നടത്തരുത്. വർഷയ്ക്ക് പരിപൂർണ സമ്മതമാണെന്ന് എനിക്ക് ഉറപ്പ് വേണം. അല്ലെങ്കിൽ ഞാൻ പിന്മാറും. വിവാഹം നടന്നില്ല എന്ന പേരിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് പരിഭവം കാണിക്കില്ല. ഇപ്പോൾ നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും അതേ അളവിലെ എക്കാലവും നിലനിൽക്കുകയും ചെയ്യും. ആലോചിച്ചുറപ്പിച്ച് ഒരു തീരുമാനം അറിയിച്ചാൽ മതി. വൈകാതെ തീരുമാനം അറിയിക്കാം. എന്നാ ഞങ്ങൾ അറിയണ്ടേ? അല്ല, ഡ്രൈവറോട് വീട്ടിൽ കാറി കൊണ്ട് ചെന്നാക്കാൻ പറയാം. അയ്യോ വേണ്ട, ഞങ്ങൾ സ്കൂട്ടറിലാണ് വന്നത്. ആണോ? എന്നാ ശരി. ഓക്കെ, ബൈ. എടാ, എന്തെങ്കിലും നമ്പർ ഇട്ട് അവളോട് നിന്റെ പ്രണയം തുറന്നു പറയാൻ നോക്ക്. ചെല്ലളിയാ. സംസാരിക്കും. ആ മീനാക്ഷി അല്ലേ? മീനാക്ഷി കല്യാണി അല്ലേ? പുതിയ നമ്പർ ചോദിട്ട് ഇറങ്ങിയതായിരിക്കും അല്ലേ? അല്ല, കുട്ടിയെ കണ്ടപ്പോ ഞാൻ കരുതി എന്റെ കസിൻ സിസ്റ്ററെ. തനിക്കൊന്നും നാണില്ലേടോ? അല്ല കുട്ടി, അത് ഈ ഫേസ്. എല്ലാ വായി നോക്കിയാലും ഇങ്ങനെ തന്നെ പറയാം. അമ്മയുടെ രൂപമാണ്, അമ്മൂമ്മയുടെ രൂപമാണ്. നീ പറയുന്നെങ്കിൽ ഇപ്പൊ പറയണേ. അല്ല, അത് കുട്ടി, ഞാൻ. മാഡം, വണ്ടി എടുത്ത് നിന്നെയൊക്കെ ഇന്ന് ഞാൻ. മാഡം, ഇയാളൊരു ഗുണ്ടയാ. നിന്നെയൊക്കെ ഇതും. അയ്യോ,
ഇത് ജഗനല്ലേ? ഇത് നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല. എന്താ ജഗ പ്രശ്നം? ഒന്നുമില്ല മാഡം, ജഗൻ ഒന്ന് തലയിറങ്ങിയപ്പോ മുന്നോട്ട് വന്നതാ. ഓ അത് പറ. ജഗ ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട മാഡം, എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട. ഇവിടെ കുഴപ്പമൊന്നുമില്ല, വണ്ടി എടുത്തോ.